അല്ലാഹുവേ, എല്ലാ ശൈത്താന്റെ ഷർറിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ കണ്ണേറുകളുടെ ഷർറിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ സാഹചര്യങ്ങളെ സിഹറിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ചതിയന്മാരുടെ ചതികളിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ലാ. ഒരു കാര്യം ചെയ്താലോ, അടുത്ത ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു 111 തവണ നമ്മളോ നമ്മളെ കുടുംബമോ ഈ നിലയിൽ എന്തെങ്കിലും ഷർറുകൾ അനുഭവിക്കുന്നുവെങ്കിൽ പൂർണ്ണമായും അതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന നെയ്യത്തോടുകൂടെ അടുത്ത ബുധനാഴ്ച ആകുമ്പോഴത്തേക്ക് ഒരു 111 തവണ ഇതൊന്നായിട്ട് ചൊല്ലി തീർക്കാൻ നെയ്യത്ത് ചെയ്താലോ? അറിയില്ലേ? ചെല്ലറിയില്ലേ? നെയ്യത്ത് ചെയ്യല്ലേ? എന്താ ചെല്ലേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. കണ്ണേറിൽ നിന്ന് ഭയങ്കര രക്ഷ ഉണ്ടാവും. ചില സിഹറുകളെക്കാൾ വലിയ ദുൽമായി കണ്ണേറ് മാറും. സാധാരണഗതിയിലുള്ള 4 കണ്ണേറ് മാരകമായ ഒരു സിഹറിന്റെ സ്ഥാനത്തായി മാറും. പടച്ചോൻ കാക്കട്ടെ. അത് നല്ല നിലക്ക് പറഞ്ഞാലും മതിയേ. നമ്മളുടെ മകൻ അല്ലെങ്കിൽ മകൾ നല്ല ഒരു ഡ്രസ് ഇട്ടിങ്ങനെ നിൽക്കുമ്പോ എൻ്റെ അമ്മോ എന്തോ ഒരു ചുറുക്കാണ്, മണവാട്ടി ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മതി. ചിലര് എല്ലാരും അല്ല, ചിലരത് പറഞ്ഞാൽ മതി. അതും ചില സമയത്ത് ശരിക്കാണ്ട് എഫക്റ്റ് ചെയ്യും. ആകാണ്ട് വാടിപ്പോകാൻ അത് മതിയാവും. എന്താണ് റബ്ബേ ഈ കുട്ടിന്റെ ഒരു ബുദ്ധി, കുട്ടിന്റെ ഒരു പഠിപ്പ്, ഒരു വാക്ക് മതി പ്രശ്ന. എത്രയോ സംഭവങ്ങൾ അതിന് തെളിവാണ്. അൽ ഐനു ഹഖ്ഖുൻ, കണ്ണേറ് ഹഖാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പേരക്കുട്ടിനെ നഴ്സറി ചേർത്തി, പ്രീ സ്കൂളിൽ ചേർത്തി, അലവാടി ചേർത്തി. ഭയങ്കര ആവേശത്തിന് കുട്ടി 9 മണിക്ക് പോയാൽ മതി, പക്ഷെ 7:30 ആകുമ്പോഴത്തേക്ക് മാറ്റിയിട്ട് കുട്ടി ഇങ്ങനെ പോകാൻ ഭയങ്കര ആവേശം കാണിക്കുകയാണ്. അപ്പൊ അടുത്തുള്ള ആരോ പറഞ്ഞു, എന്താണ് ഈ കുട്ടിന്റെ ഒരു ആവേശം റബ്ബേ, ഇന്റെയൊക്കെ പേരക്കുട്ടിനെ ഒന്ന് പറഞ്ഞേക്കണെങ്കിലുള്ള പണി എത്രയെന്നറിയോ? അതാ കിടക്കണ്. പിന്നെ കുട്ടിക്ക് ആ ഭാഗത്തേക്കുള്ള ഒരു ചിന്തയും. നിങ്ങള് പോയോ, ഉറങ്ങിയോ? പിന്നെ കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്ത തന്നെ. പിന്നെ നഴ്സറിന്ന് കേൾക്കുമ്പോഴത്തേക്ക് ദേഷ്യ. അങ്ങനെയൊക്കെ ഉണ്ടാവോ? അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ആ നിലയിൽ ഏതെങ്കിലും ശുറൂറ് നമുക്കോ കുടുംബത്തിനോ ഉണ്ടെങ്കിൽ ഇതൊരു 111 തവണ നിയ്യത്ത് ചെയ്ത് അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്ക് ചൊല്ലി വരി. അല്ലാഹു കാവൽ നൽകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. എന്താ ചൊല്ലേണ്ടത്? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. അല്ലാഹുവേ, നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. പരിപൂർണമായ രക്ഷ ഇതുകൊണ്ട് നൽകണമേ അല്ലാ. മുഅ്മിനേ, ഇത് നിയ്യത്ത് ചെയ്ത് ചൊല്ലിക്കോളൂ. തീർച്ചയായും ഇലാഹായ റബ്ബിൽ നിന്ന് ഹിഫ്ളാണ്, കാവലാ. നിങ്ങളുടെ മക്കളിൽ ആർക്കെങ്കിലും ആ നിലയിൽ വല്ലതും ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരെ ഒന്ന് അടുത്തേക്ക് വിളിച്ച് ചേർത്തി നിർത്തണം. അവരുടെ തലയിൽ കൈവക്കണം. ഈ ദിക്ർ ആവർത്തിച്ച് ചൊല്ലണം. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയമക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരെ ഇടക്കിടക്ക് തന്റെ അടുത്തേക്ക് വിളിച്ച് തന്റെ ശരീരത്തിലേക്ക് അവരുടെ ശരീരം ചേർത്ത് വെച്ച് അവരുടെ കയ്യിൽ, അവരുടെ തലയിൽ ഹബീബായ നബി തങ്ങൾ കൈവച്ച് ഇങ്ങനെ മന്ത്രിക്കുമായിരുന്നു. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. 3
5, 7, 9, 11 ആ എത്ര സ്ട്രോങ് ഉണ്ടോ അതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ തവണ ഇതൊക്കെ ചൊല്ലിക്കൊടുക്കുക. പ്രായം കൂടിയ ആളുകൾക്ക് ചിലപ്പോൾ ശൈത്താന്റെ ചില ശുറൂറുകൾ വല്ലാതെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് വെറും ഒരു ചെന്നി മാത്രമല്ല, അതേക്കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. ചില ഘട്ടങ്ങളിൽ അവർക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വല്ലാതെ വർദ്ധിച്ചു വരും. തലയിൽ കൈവച്ചിട്ട് ആവർത്തിച്ചത് മന്ത്രിച്ചു കൊടുക്കുമ്പോൾ പൈശാചികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ അവർ നേരിടുന്നുവെങ്കിൽ അതിനൊരു പരിധിവരെ ഇത് പരിഹാരാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹുവേ, എല്ലാ അർത്ഥത്തിലും നീ ഞങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്. നമ്മുടെ കൃഷികളിൽ, നമ്മുടെ കച്ചവടങ്ങളിൽ, ബിസിനസ്സുകളിൽ, ഏർപ്പാടുകളിൽ, ജോലികളിലൊക്കെ ചില സമയത്തുണ്ടാകുന്ന മുട്ടിത്തിരിച്ചലുകൾക്ക് ഇത് ആവർത്തിച്ച് ചൊല്ലിയാൽ പരിഹാരം. അപ്പൊ നമ്മളൊക്കെ മുത്തുനബി പഠിപ്പിച്ചു തന്ന ഈ വചനത്തിന്റെ കൂടെ നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.